ഹായ് എവരിവൺ, നമുക്കിനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് സിലബസിൽ ഏതാണെന്ന് ടോപ്പിക്ക് നോക്കി നോക്കാം. അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മൈക്രോസർ എന്താണെന്ന് ചെയ്തു, ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഓർഗനൈസേഷൻ ഓഫ് മൈക്രോസർ ബേസ്ഡ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, എവല്യൂഷൻ ഓഫ് മൈക്രോസർ പറഞ്ഞു, 8085 ആർക്കിടെക്ചർ പറഞ്ഞു, അതിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞു, മൈക്രോസർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് പറഞ്ഞു, ബസ് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു, പിൻ കോൺഫിഗറേഷൻ പറഞ്ഞു, ആൻഡ് ഫങ്ഷൻസ്, പിൻ കോൺഫിഗറേഷൻ ആൻഡ് ഫങ്ഷൻ പറഞ്ഞു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ഫോർ എക്സ്റ്റേണൽ ഓപ്പറേഷൻസ്. ജനറേഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ഫോർ എക്സ്റ്റേണൽ ഓപ്പറേഷൻ, അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ആ എക്സ്റ്റേണൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫെച്ച്, ഇൻപുട്ട് ഔട്ട്പുട്ട്, റീഡ് റൈറ്റ് മെമ്മറി, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ നമ്മുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മോഡ്യൂളിൽ ഫസ്റ്റ് മോഡ്യൂളിൽ ബന്ധപ്പെട്ട് സിലബസിൽ വന്നിട്ടുള്ള നമ്മുടെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയും ആഡ് ചെയ്തിട്ട് നമ്മൾ തീർക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടിയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് അടുത്തത് നോക്കാനുള്ള ടോപ്പിക്ക് ഒന്ന് എടുത്തു നോക്കാം. ജനറേഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ഫോർ എക്സ്റ്റേണൽ ഓപ്പറേഷൻസ്. എക്സ്റ്റേണൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇങ്ങനെയുള്ള 4 ഓപ്പറേഷൻസ് ആണ് മൈക്രോസർ ബേസ്ഡ് ആയിട്ട് വരുന്നത്. ഒരു എക്സ്റ്റേണലി ഡിവൈസിലേക്ക്, മൈക്രോസറിൻ്റെ പുറത്തുള്ള ഡിവൈസിലേക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഡിവൈസ് എന്തായിരിക്കും? നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ തന്നെ പറഞ്ഞു, ഒരു മൈക്രോസർ, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ മെമ്മറി ഡിവൈസ്. അതാണ് മൈക്രോസർ, ജനറൽ മൈക്രോസറിൻ്റെ സ്ട്രക്ചർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോസർ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മൈക്രോസർ മെമ്മറിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനാണ്. മെമ്മറിക്ക് റൈറ്റ് ചെയ്യുക, മെമ്മറിക്ക് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുക, അവിടെ നിന്ന് റീഡ് ചെയ്യുക. ഈ 2 ഓപ്പറേഷൻ, ഈ 4 ഓപ്പറേഷൻസാണ് നമുക്കിനി വരുന്നത്. ആ 4 ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എങ്ങനെ വരുന്നുള്ളതിൻ്റെ സർക്യൂട്ട് നമുക്ക് നോക്കി നോക്കാം, എങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു 8085 ഉണ്ട് നമുക്ക്. അതിനെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ലാഷ് എംബാർ, IO/MBAR എന്ന് പറയുന്ന ഒരു കൺട്രോൾ ലൈൻ നമുക്കുണ്ട്. പിൻ ഡയഗ്രാം പഠിച്ചിരുന്നു. അതേപോലെ തന്നെ RD ബാർ എന്ന് പറയുന്ന ഒരു പിൻ ഡയഗ്രാം നമ്മൾക്ക് അറിയാം, റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. WR ബാർ എന്ന് പറയുന്ന ഒരു പിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അടുത്തൊക്കെ ബബിൾ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കഴിഞ്ഞിട്ടാണ് ബബിളിങ് വരുന്നത്. അപ്പോൾ ബബിളിങ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇതിൻ്റെ അപ്പുറത്ത് നാൻഡ് ഗേറ്റുകൾ, ആൻഡ് ഗേറ്റ് അല്ല നാൻഡ് ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ള സർക്യൂട്ട് നമുക്കിവിടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ കോമ്പിനേഷൻ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ഓരോ ഓപ്പറേഷൻ, മെമ്മറി റീഡ് ആയിരിക്കാം, മെമ്മറി റൈറ്റ് ആയിരിക്കാം, IO/RD ആയിരിക്കാം, WR ബാർ, ഇങ്ങനെ മാറി മാറി സെലക്ട് ആവും. അപ്പോൾ ഇതിലേതാണ് ആദ്യത്തെ കേസിൽ IO/MBAR എന്ന് പറയുന്ന പിന്ന് 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ടിവേറ്റ് ആവുക? ഇൻപുട്ട് ഔട്ട്പുട്ട്. IO/MBAR എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ M എന്നുള്ളത് ബാർ ഉള്ളതുകൊണ്ട് മെമ്മറിയാണ് ആക്ടിവേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ RD ബാർ, റീഡ് ബാർ എന്ന് പറയുന്ന കമാൻഡ് ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 0 വരുമ്പോഴാണ്. അതേപോലെ റൈറ്റ് എന്ന് പറയുന്ന കമാൻഡ് ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 0 വരുമ്പോഴാണ് ആക്ടിവേറ്റ് ആവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതേ ഫിഗർ തന്നെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി മാറ്റി വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് IO/MBAR എന്ന് പറയുന്ന പിന്നിൽ 1, RD എന്ന് പറയുന്ന പിന്നിൽ 0, WR ബാർ എന്ന് പറയുന്ന പിന്നിൽ 1. അപ്പോൾ ഇത് നേരത്തെ വരച്ച ഫിഗർ അനുസരിച്ചിട്ട് ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1 ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തേൽ 1 ആണെന്നുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇൻപുട്ട് ഔട്ട്പുട്ടാണ് സെലക്ട് ആവുക. രണ്ടാമത്തേൽ 0 ആണെന്നുണ്ടെങ്കിൽ റീഡാണ് സെലക്ട് ആവേണ്ടത്. മൂന്നാമത്തെ 1 ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സെലക്ട് ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ഔട്ട്പുട്ട് സെലക്ട് ആയി, റീഡും സെലക്ട് ആയി. അപ്പോൾ IO/RD, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് കമാൻഡാണ് സെലക്ട് ആവേണ്ടത്. അതെങ്ങനെയാണ് സെലക്ട് ആവണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ IO/MBAR കൊടുത്തു, അത് 1 ആയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ ആ 1 ഈ എല്ലാ ഗേറ്റിലും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളടത്തേക്ക് കൊടുത്തു നോക്കുക. അപ്പോൾ എല്ലാ ഗേറ്റിലേക്കും കണക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ബബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ടാണ് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ 1 വരുന്ന സ്ഥലത്ത് ഇവിടെ 0 ആയി, ഈ 1 വരുന്ന സ്ഥലത്ത് ഇവിടെ 0 ആയി, ഈ 1 വരുന്ന സ്ഥലത്ത് ഇവിടെ 0 ആയി. ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ 1 വരുന്ന സ്ഥലത്ത് ഇവിടെ എത്തുമ്പോൾ 0 ആയി. അതിനെ വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ 1 ആയി. അതേപോലെ തന്നെ ഇവിടെ 1 വന്ന് നോട്ട് ചെയ്തു, 0 ആയി. ഇതിനെ വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്തു, 1 ആയി. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്ത് 0, 2 സ്ഥലത്ത് 1 വന്നു. ഓക്കെ, ഇനി അടുത്ത കേസ്, ഇവിടെ നമ്മൾ നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കേസിൽ അടുത്ത കേസ് നോക്കി നോക്കാം. RD എന്ന് പറയുന്നത് 0 ആണ് വന്നിട്ടുള്ളത്. RD 0 വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ എനേബിൾ ആവുക? RD 0 ആയി കഴിഞ്ഞാൽ ഇവിടെ വന്നു, RD പിന്നെ ഇവിടെ വന്ന് നോട്ട് ചെയ്തു, അവിടെ 1 ആയി. അപ്പോൾ ഈ IC എനേബിളായി, ഈ വയലറ്റ് കളറിലുള്ള IC എനേബിളായി. അതേപോലെ തന്നെ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നിടത്ത് ഈ IC എനേബിളായി. അപ്പോൾ നമുക്ക് ആക്ച്വലി
വണ്ണുകൾ വരുന്ന സ്ഥലത്താണ് എനേബിൾ ആവണമെന്ന് കൺസിഡർ ചെയ്യുക. ആദ്യത്തെ വണ്ണ് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ IO/MBAR എന്ന് പറഞ്ഞിടത്ത് ആദ്യത്തെ 2 ICക്കും 0 ആണ്. അപ്പോൾ ഇതിൽ ഈ 2 ചാൻസ് ഉള്ളത്. ഇനി RD വന്നു കഴിഞ്ഞപ്പോൾ RDയിൽ ഇത് 2 ഒരെണ്ണം 0 ആയി പോയി. അപ്പോൾ ഇവിടെ മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പോൾ 2ലും ഈ ഒരു കഷ്ണം മാത്രമേ സെലക്ട് ആവുള്ളൂ. WR ബാർ 1 ആണെന്ന സ്ഥിതിക്ക് ബാക്കി എല്ലാത്തിലും അതുമായി WR ബാറായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലവും 0 ആയി മാറി. ഇവിടെ 0 ആയി, ഗ്രീൻ കളറിലുള്ളത് 0 ആയി, ഇവിടെ 0 ആയി. അപ്പോൾ ഈ 2 ഭാഗവും അതിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് വന്നു? IOR ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് കമാൻഡ് വന്നു. അതായത് IO/MBAR എന്ന് പറയുന്നത് പിന്നെ ആക്ടിവേറ്റ് ആയപ്പോൾ അതിൽ നിന്ന് ആക്ടിവേറ്റ് ആയതുകൊണ്ട് ഈ ഗേറ്റും എനേബിൾ ആയി. മറ്റ് ഗേറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾഡ് ആയി. ഇനി RD ബാർ ആണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് RD ബാർ എനേബിൾ ആയപ്പോൾ ആ വയലറ്റ് കളറിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ഗേറ്റും അവസാനത്തെ ഗേറ്റും എനേബിൾ ആയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഈ ഗേറ്റ് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പിന്നും കൂടി വന്നിട്ട് വലിയ ഉപകാരമില്ല. അപ്പോൾ ഇവിടെ 2 ഗേറ്റും എനേബിൾ ആയതുകൊണ്ട് മാത്രമേ നമുക്കത് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 1 അത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് വരും? NAND ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ 0 വരും. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1 വന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആക്ടിവേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ 2 1 വരുന്നത് ഈ സമയത്ത് മാത്രമാണ് ആക്ടിവേറ്റഡ് ആയിട്ട് മാറുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ കോമ്പിനേഷൻസും ഇതേപോലെ മാറി വരുമ്പോൾ ഈ രീതിയിൽ കിട്ടും. ജനറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ജനറേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് ബാക്കിൽ പറഞ്ഞതാണ്. നമ്മൾ ഈ പറഞ്ഞ ബാക്കിലുള്ള സർക്യൂട്ടാണ്. IO/MBAR, RD, WR ബാർ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള 4 NAND ഗേറ്റ്. അതുമായി കണക്ട് ചെയ്യുമ്പോൾ IO/MBAR 2 സ്ഥലത്ത് കണക്ട് ചെയ്യുക, 2 സ്ഥലത്ത് അതിൻ്റെ നോട്ട് ചെയ്തിട്ടുള്ള കണക്ഷൻ കൊടുക്കുക. RD ബാർ 2 കണക്ട് ചെയ്യുക, ഇതിലേക്ക് കണക്ട് ചെയ്യുക, അതേപോലെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. WR ബാറും ഒരു ഗേറ്റിലേക്ക് കണക്ട് ചെയ്യാം, 2 താഴത്തുള്ള ഒരു ഗേറ്റിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ WR ബാറും RD ബാറും 2 ഗേറ്റ് ICയിലേക്ക് മാറി കൊടുക്കുക. മുകളിലത്തെ ഗേറ്റ് ICയും താഴത്തെ ഗേറ്റ് ICയും. IO/MBAR എന്ന് പറയുന്നത് 2 ഗേറ്റ് ICയിൽ നേരിട്ടും 2 ഗേറ്റ് ICയിൽ നോട്ട് ചെയ്തിട്ടും കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും. അപ്പോൾ അതിന് ഇതേപോലെ മാറി വരും. ഇപ്പോൾ WR ബാറാണ് 0 വന്നെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിരുന്നു വന്നേനെ. അപ്പോൾ എന്തുണ്ടാവും? ഈ സാധനം ആക്ടിവേറ്റഡ് ആവും. WR ബാർ 0 ആയിരുന്നുണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇത് ഡിസേബിൾ ആയി, IO റൈറ്റ് കിട്ടിയേനെ. അതേപോലെ തന്നെ മെമ്മറിയാണ് ആക്ടിവേറ്റഡ് ആയിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരുന്നത് മെമ്മറിക്ക് അനുസരിച്ചിട്ടുള്ള ഡാറ്റ ഇവിടെ വരും. മെമ്മറി ആണെന്നുണ്ടെങ്കിൽ 0 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് 1 ആവും. അപ്പോൾ മുകളിലത്തെ 2 ഗേറ്റേ സെലക്ട് ആവുള്ളൂ. അതിനുശേഷം ഏതാണ് റീഡാണോ റൈറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതോ ഓപ്പറേഷൻ ആണെന്ന് വെച്ചാൽ കറക്റ്റ് ആവും. അപ്പോൾ ഈ രീതിയിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ 3 സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. IO/MBAR, RD, WR ബാർ, WR ബാർ ഈ 3 സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു ഓപ്പറേഷൻ അറ്റ് എ ടൈം നടക്കുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ സ്റ്റാറ്റസ് ലൈൻസ് പറഞ്ഞിരുന്നു. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ നടക്കുന്ന ഓപ്പറേഷൻ്റെ ഇൻഡിക്കേഷനാണ്. IO/MBARും സ്റ്റാറ്റസ് ലൈനും കമ്പൈൻഡ് ആയിട്ട് റീഡ് ഓപ്പറേഷൻ ആണോ, റൈറ്റ് ഓപ്പറേഷൻ ആണോ, ഫെച്ച് ഓപ്പറേഷൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇത് ജനറേറ്റിംഗ് ആണ്, കൺട്രോൾ സിഗ്നലിൽ ജനറേറ്റ് ചെയ്യണം. നേരത്തെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാണ്, ഇത് കൺട്രോൾ ജനറേറ്റ് ചെയ്യണതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിലിൽ RD ബാർ എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നലാണ്, മറ്റു കാര്യങ്ങളൊക്കെ. ആസ് വി നോ ദാറ്റ് RD ഈസ് കൺട്രോൾ സിഗ്നൽ ബിക്കോസ് ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ബോത്ത് ഫോർ റീഡിംഗ് മെമ്മറി ആൻഡ് ഫോർ റീഡിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇറ്റ് ഈസ് നെസസറി ടു ജനറേറ്റ് 2 ഡിഫറെൻറ്റ് റീഡ് സിഗ്നൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഗേറ്റിലേക്ക് 2 റീഡ് സിഗ്നൽ കൊടുക്കണം. 1 ഫോർ മെമ്മറി ആൻഡ് 1 ഫോർ input output device. In the above figure shows that 4 different control signals are generated by combining RD bar and WR bar. ആ ബാറുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുക, ഇതിൽ എഴുതാൻ പറ്റിയിട്ടില്ല. IO/MBAR. The signal IO/MBAR goes low for the memory operation. IO/MBAR ലോ ആണെന്നുണ്ടെങ്കിൽ മെമ്മറി സെലക്ട് ചെയ്യും. അത് IO/MBAR എന്ന് പറഞ്ഞാൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് സെലക്ട് ചെയ്യും. വെൻ ബോത്ത് ഇൻപുട്ട് സിഗ്നൽസ് ലോ ആണെന്നുണ്ടെങ്കിൽ when both input signals low, the outputs of the gates go low and generate memory read. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെ വേറെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേ ഉള്ളൂ. നമ്മൾ ആ കുറച്ച് ഫിഗർ നോക്കി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ ഐഡിയയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞ പോലെ ഈ എക്സ്പ്ലനേഷൻ നമ്മൾ 1 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഗേറ്റ് IC നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് ഇതിന് വേണമെങ്കിൽ ഓരോ പേര് കൊടുക്കുക. G1, G2, G3, G4. അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യം 1 വരുമ്പോൾ ഏതൊക്കെ എനേബിൾ ആവും? IO/MBAR വന്നു കഴിഞ്ഞാൽ 1 വന്നു കഴിഞ്ഞാൽ G1ഉം G2ഉം ഡിസേബിൾ ആയി, G3ഉം G4ഉം എനേബിൾ ആയി. അങ്ങനെ പറഞ്ഞ് തുടങ്ങാം. അതിനുശേഷം RD ബാർ വന്നു കഴിഞ്ഞാൽ RD ബാർ 0 ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ചാൻസ് ഉള്ളത് G1ഉം G3 എനേബിൾ ആവാനാണ്. പക്ഷേ G1 ഓൾറെഡി ഡിസേബിൾഡ് ആണ്, ഒരു പിന്ന് ഡിസേബിൾഡ് ആയതുകൊണ്ട് അത് ഡിസേബിൾഡ് ആയി. അപ്പോൾ G3 ആണ് എനേബിൾ ആവുക. G3ക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമുക്ക് കിട്ടും.
അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്, ഒരു മൈക്രോ പ്രോസസ്സർ നമ്മൊരു കാര്യം ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ ചെയ്യാൻ പറയുന്ന ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? സാധാരണ 3 സ്റ്റെപ്പ് എടുത്തിട്ടാണ് 3 സ്റ്റെപ്പെങ്കിലും വരാം, മാക്സിമം 3 സ്റ്റെപ്പെങ്കിലും വരാം. ആ 3 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെച്ചിങ്, ഡീകോഡിങ്, എക്സിക്യൂട്ടിങ്. ഒരു പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെച്ചിങ് എന്ന് പറയുന്ന ഒരു മെഷീൻ സൈക്കിൾ, ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഇപ്പോൾ മൂവ് A, B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെ ഫെച്ചിങ്ങും ഡീകോഡിങ് എക്സിക്യൂട്ടിങ്ങും വേണ്ടി വരും. ഒരു ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് 3 സ്റ്റെപ്പുകൾ വരെ വരാം, 3 സ്റ്റെപ്പ് മാക്സിമം വരാം. ചിലപ്പോൾ ഡീകോഡിങ് ഉണ്ടാവണമെന്നില്ല, അപ്പോൾ ഫെച്ചിങ്ങും എക്സിക്യൂട്ടിങ്ങും മാത്രം മതിയായാലും ചിലപ്പോൾ തീരും. ചില നമ്പേഴ്സ് മാത്രമേ ഡീകോഡിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസിക് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെച്ചിങ്, ഡീകോഡിങ്, എക്സിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പ് വരെ വരാം മാക്സിമം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് മെഷീൻ സൈക്കിൾ എന്താണ്, ടൈമിംഗ് സൈക്കിൾ എന്താണ്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഓരോ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു ക്ലോക്ക് അനുസരിച്ചിട്ടാണ് കൊടുക്കുക. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഇൻസ്ട്രക്ഷൻ മൊത്തം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് 7 സെക്കൻഡ് വേണമെന്ന് വിചാരിക്കാം. ഒരു കാര്യം, അതായത് മൂവ് A, B എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. വെറുതെ ഒരു സാമ്പിൾ പറയുകയാണ്. മൂവ് A, B എന്നോ അല്ലെങ്കിൽ മൂവ് A, C എന്നോ എന്തെങ്കിലുമുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 7 സെക്കൻഡ് വേണമെന്ന് വിചാരിക്കാം. വെറുതെ ഒരു എക്സാമ്പിളാണ് പറയണത്, 7 സെക്കൻഡ് ഒന്നും വേണ്ട, വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 7 സെക്കൻഡിന് നമ്മൾ T1, T2, T3, T4, T5, T6, T7. അപ്പോൾ 7 സെക്കൻഡിന് വേണ്ടതിൽ നമ്മളതിനെ ഓരോ സെക്കൻഡുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ആദ്യത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെച്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആദ്യത്തെ മെമ്മറി നമ്മൾ മൂവ് A, B എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് ഡാറ്റ എടുക്കണം, അത് എയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ട പ്രോസസ്സ് ഫെച്ച് ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പോൾ ആ ഫെച്ചിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? 4 ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും. T1, T2, T3, T4. അതിനുശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കൺവേർട്ട് ചെയ്യാനോ ഡീകോഡ് ചെയ്യാനൊന്നുമില്ല, എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ക്ലോക്ക് സൈക്കിൾ വേറെ വേണ്ടി വരും. അങ്ങനെ മൊത്തത്തിൽ 4 + 3 7 ക്ലോക്ക് സൈക്കിളിൻ്റെ ഉള്ളിൽ ആ പരിപാടി മൊത്തം തീരും. അപ്പോൾ അങ്ങനെ മൊത്തം ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ മൂവ് A, B എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തിനാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഒരു പാർട്ട് ഫെച്ചിങ് അല്ലെങ്കിൽ എക്സിക്യൂട്ടിങ് അല്ലെങ്കിൽ ഡീകോഡിങ്, അങ്ങനെ ഓരോ പാർട്ടും തീർക്കാൻ വേണ്ടി വരുന്ന സമയത്തിനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മെഷീൻ സൈക്കിൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഡാറ്റയുടെ ഏത് ലൊക്കേഷനാണ് ആക്സസ് ചെയ്യണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനൊക്കെ ആ ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ സൈക്കിളുകൾക്ക് അനുസരിച്ചിട്ട് ഇൻസ്ട്രക്ഷൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഡിവിഷൻ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫെച്ചിങ് ആണെന്ന് തന്നെ ചിലപ്പോൾ 4 സൈക്കിൾ വരും. അപ്പോൾ ആ ടൈമിംഗ് അങ്ങനെ ഈ വീണ്ടും ഡിവൈഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ടൈമിംഗ് സൈക്കിൾ എന്ന് വിളിക്കും. മെഷീൻ T സൈക്കിൾസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമുക്ക് 3 ഇതാണ് T സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബിലോ. ആ T സൈക്കിളുകൾ കമ്പൈൻ ചെയ്തിട്ട് വരുന്നത് മെഷീൻ സൈക്കിൾ. ഈ എല്ലാ മെഷീൻ സൈക്കിളും കമ്പൈൻ ചെയ്ത് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഈ മെഷീൻ സൈക്കിളുകൾ തന്നെ മെഷീൻ സൈക്കിളുകൾ എന്ന് പറയുന്നത് തന്നെ ഫെച്ചിങ് ആവാം, ഡീകോഡിങ് ആവാം, എക്സിക്യൂട്ടിങ് ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. 3 സെക്ഷനായിട്ടാണ് 8086ൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ സിലബസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ടോപ്പിക് കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് നമുക്കൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസിൽ വന്നിട്ടുണ്ട്. ആ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിലിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഗ് രജിസ്റ്റർ. നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ആ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതിനെ സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, അതേപോലെ ആ 5 പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്തിട്ടേ ഫസ്റ്റ് മൊഡ്യൂൾ ക്ലോസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി നോക്കാം. ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 8 കള്ളികൾ വരച്ച് വയ്ക്കുക. ആദ്യത്തേത് സൈൻ ഫ്ലാഗ് S എന്ന് മാർക്ക് ചെയ്യുക, രണ്ടാമത്തേത് 0 ഫ്ലാഗ് Z എന്ന് മാർക്ക് ചെയ്യുക. D5 ഒന്നും എഴുതണ്ട, അത് ഫ്യൂച്ചർ പർപ്പസിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്യാണ്ട് വിട്ടിരിക്കുന്ന ബിറ്റാണ്. D4 എന്ന് പറയുന്നത് ഓക്സിലറി ക്യാരിയാണ്. D3 എന്ന് പറയുന്നത് ഒന്നും എഴുതണ്ട. D2 എന്ന് പറയുന്നത് പാരിറ്റിയാണ്. D1 ഒന്നും എഴുതണ്ട. D0 എന്ന് പറയുന്നത് ക്യാരി. അങ്ങനെ നമുക്ക് 5 ബിറ്റ്സുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് മൊത്തം 8 ബിറ്റാണ്. അതിൽ 5 എണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ, 3 എണ്ണം വെറുതെ കിടക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക, വരച്ച് വെക്കണം 5 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി സൈൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് MSB എന്ന് പറയുന്ന ഡാറ്റ, അതായത് നമ്മൾ 8 ബിറ്റിലെ MSB എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MSB എന്ന് പറഞ്ഞാൽ എന്താ D7 ആണ്.
അപ്പോൾ ഈ D7 വരുന്ന ഡാറ്റ അക്യൂമുലേറ്ററിലെ D7 അക്യൂമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന സാധനം 7 ആണെന്നുണ്ടെങ്കിൽ, അതായത് ആ ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ആ സൈൻ ഫ്ലാഗ് എന്ന് പറയുന്ന സാധനം സെറ്റ് ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 00 തൊട്ട് 7F വരെയുള്ള നമ്പറുകൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 00 തൊട്ടുള്ള നമ്പർ 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0000 8 0 വരും. 7 എന്ന് പറഞ്ഞ ബൈനറി എന്തായിരുന്നു 0 1 1 1. ഇനി F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 1 1. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 4 എണ്ണം ഇവിടെ വരുമ്പോൾ 1 1 1 1 എന്നുള്ള രീതിയിലായി. 7 എന്ന് പറയുമ്പോൾ 1 1 1. അപ്പോൾ അവസാനത്തെ സൈൻ ഫ്ലാഗ് എപ്പോഴും 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 0 തൊട്ട് 7F വരെയുള്ള നമ്പറുകൾ ഏത് വന്നാലും നമ്മുടെ സൈൻ ഫ്ലാഗ് എന്ന് പറയുന്നത് 0 ആയിട്ടേ നിൽക്കുകയുള്ളൂ. അതായത് അക്യൂമുലേറ്ററിൽ ഈ 00 തൊട്ട് 7F വരെയുള്ള എന്ത് നമ്പറുകൾ വന്നാലും നമ്മുടെ സൈൻ ഫ്ലാഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി 1000. 80ക്ക് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000. ഇനി 80ക്ക് മുകളിൽ ഏത് വന്നാലും 8 എന്ന് പറയുന്നത് MSBയിൽ വരുന്ന ബിറ്റിന് 80ക്ക് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് MSBയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ 80ക്ക് മുകളിൽ വരുന്ന എന്ത് നമ്പർ വന്നാലും നമ്മുടെ എന്ത് വരും, അത് നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതാണ് സൈൻ ഫ്ലാഗിൻ്റെ പ്രത്യേകത. ഈ MSBയിൽ വരുന്ന ബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട, പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർക്കാണ് ഇത്രയും ഡെപ്ത് ആയിട്ട് അറിയേണ്ടത്. നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആവുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് സെറ്റ് ആവും. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് ക്ലിയർ ആവും. അത്രയും കാര്യം പറഞ്ഞു വെച്ചാൽ മതി. അടുത്തത് 0 ഫ്ലാഗ്. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടന്നതിന് ശേഷം അക്യൂമുലേറ്ററിലെ വാല്യൂ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ 0 ഫ്ലാഗ് എന്ന് പറയുന്ന സെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 1 വരും. അല്ലാന്നുണ്ടെങ്കിൽ സെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 0 ആയിരിക്കും നിൽക്കുക. അപ്പോൾ റിസൾട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ആ സെഡ് എന്ന് പറയുന്ന ബിറ്റ് 1 ആവും. റിസൾട്ട് നോൺ 0 ആണെന്നുണ്ടെങ്കിൽ അക്യൂമുലേറ്ററിലെ റിസൾട്ട് നോൺ 0 ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം 0 ആയിട്ട് നിൽക്കും. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിസൾട്ടിൽ അക്യൂമുലേറ്ററിൽ എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നതിന് ശേഷം അക്യൂമുലേറ്ററിലെ റിസൾട്ട് 0 വരികയാണെന്നുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് സെറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് ക്ലിയർ ആയി കിടക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഓക്സിലറി ക്യാരി ഫ്ലാഗ്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ അക്യൂമുലേറ്റർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ അക്യൂമുലേറ്ററിലെ 8 ബിറ്റിൽ ആദ്യത്തെ 4 ബിറ്റിനെ നമ്മൾ നിബിൾ എന്നാണ് വിളിക്കുക, ലോവർ നിബിൾ. പിന്നത്തെ 4 ബിറ്റിനെ ഹയർ നിബിൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു 8 ബിറ്റിനെ നമുക്ക് 2 കഷ്ണമാക്കി മാറ്റാം. ലോവർ നിബിൾ 4 ബിറ്റ് എന്ന് പറഞ്ഞിട്ട് 2 കഷ്ണമാക്കി മാറ്റാം. അപ്പോൾ ഈ ലാസ്റ്റത്തെ ലോവർ നിബിളിലെ ലാസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ D3 ആണ്. ഈ പൊസിഷനിൽ നിന്ന് ഒരു ഡാറ്റ D4ലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ സെറ്റാവുന്ന ഫ്ലാഗാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ നിബിളിൽ നിന്ന് ഹയർ നിബിളിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ സെറ്റാവുന്ന ഫ്ലാഗിനെ വിളിക്കുന്ന പേരാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ്. അപ്പോൾ ക്യാരിയാണ്, പക്ഷേ 4ാമത്തെ ബിറ്റിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് കേസിൽ 1 2 3 4 5ാമത്തെ ബിറ്റിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. നമ്മുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 3rd പൊസിഷനിൽ നിന്ന് 4th പൊസിഷനിലേക്ക് മാറുകയാണ്. അങ്ങനെ ഒരു മാറ്റം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ ആ രജിസ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പക്ഷേ ഒരു എക്സ്ട്രാ ചേഞ്ച് കണ്ടു. ആ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുക ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ്. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്ന ബിറ്റ് 1 ആവും, അല്ലാന്നുണ്ടെങ്കിൽ 0 ആവും. ഇനി അടുത്തത് പാരിറ്റി. പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ നമ്പറും ഓഡ് നമ്പറും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈവൺ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് അക്യൂമുലേറ്ററിൻ്റെ അകത്തുള്ള റിസൾട്ടിൽ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ accumulator has even number of 1 bits. If any arithmetic logical operation results as even parity and even number of bits 1, the parity register becomes 1. അതായത് ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ് അക്യൂമുലേറ്ററിൻ്റെ അകത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്ററിൽ ആ ബിറ്റ് 1 ആയി മാറും. അതായത് പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത് 1 ആവും. അതായത് നമ്മളൊരു റിസൾട്ട് എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തു, അതിനുശേഷം 2 നമ്പറുകൾ ആഡ് ചെയ്തു, അത് റിസൾട്ട് വരിക ഡീഫോൾട്ടായിട്ടും അക്യൂമുലേറ്ററിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അക്യൂമുലേറ്ററിൽ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിച്ചോ. 3 എന്ന് പറഞ്ഞാണ് റിസൾട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ 3ൻ്റെ ബൈനറി എത്രയാണ് 0 1 1. 0 1 1 എന്ന് പറഞ്ഞാൽ 2 1കൾ അതിൻ്റെ അകത്ത് വന്നു. 2 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി അപ്പോൾ 2 1 എന്ന് പറഞ്ഞാൽ അത് ഈവൺ നമ്പറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവും. ഇനി സപ്പോസ് റിസൾട്ട് എന്ന് പറയുന്നത് 4 ആണെന്ന് വിചാരിച്ചോ. 4 എന്ന് പറഞ്ഞാൽ 1 0 0. അപ്പോൾ നമുക്ക് റിസൾട്ടിൽ വന്നിട്ടുള്ള ബൈനറി എന്ന് പറഞ്ഞാൽ 1കളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ഈ ഓഡ് നമ്പറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരിറ്റി സെറ്റ് ആവില്ല. അപ്പോൾ ഓഡ് നമ്പറും ഈവൺ നമ്പറും വെച്ച് റിസൾട്ടിൽ ഓഡ് നമ്പറും ഈവൺ നമ്പറും അല്ല നോക്കുന്നത്, റിസൾട്ടിൽ വന്നിട്ടുള്ള ബൈനറി നമ്പറിൻ്റെ നമ്പർ ഓഫ് വൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. റിസൾട്ടിൽ വന്നിട്ടുള്ള നമ്പറിൻ്റെ ബൈനറിയിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്, അത് ഈവൺ ആണെന്നുണ്ടെങ്കിൽ പാരിറ്റി സെറ്റ് ആവും, ഓഡ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു.
ഇനി നമുക്ക് അടുത്തത് ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യുന്ന ഡാറ്റ 8 ബിറ്റിലും കൂടുതൽ ഒരു ഡാറ്റ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എല്ലാം 1 ആയിട്ട് വരും. അപ്പോൾ എന്ത് വരും? എഫ്എഫിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലും നമുക്ക് ആ സാധനം അവിടെ കാണിക്കാൻ പറ്റില്ല. നമുക്ക് 9ാമത്തെ ഒരു ബിറ്റ് ആവശ്യമാണ്. അപ്പോൾ അത് ക്യാരി വരും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ വരുന്ന ഫ്ലാഗാണ് ക്യാരി ഫ്ലാഗ്. നമ്മൾ അക്യൂമുലേറ്ററിൽ 2 ഡാറ്റകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ക്യാരി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ വരുന്നതിനെയാണ് നമ്മൾ ക്യാരി ഫ്ലാഗ് എന്ന് പറയുക. അത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോഴും ഇതേ പ്രോസസ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈൻ ഫ്ലാഗും സെറ്റാവും, ക്യാരി ഫ്ലാഗും സെറ്റാവും. കാരണം വെച്ചാൽ കടം മേടിക്കാം. അപ്പോൾ ഈ ഫ്ലാഗിനെ വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്. ക്യാരി ഫ്ലാഗ് ഈസ് ഓൾസോ കോൾഡ് ബോറോ ഫ്ലാഗ്. കാരണം ആ സബ്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടം മേടിച്ചിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ കടം മേടിക്കുന്നുള്ള രീതിയിലുള്ള പോലെ വരുന്നതുകൊണ്ട് അതിന് ബോറോ ഫ്ലാഗ് എന്നും കൂടിയും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻ 5 മാർക്കിനുള്ളത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലാഗ് രജിസ്റ്റർ, ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഫ്ലാഗ് രജിസ്റ്റർ എന്താണെന്നുള്ളത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ അവസാനിക്കുന്നത്. ബാക്കി ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ ഇനി വന്നിട്ടുള്ള ഫസ്റ്റ് മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.